സംസ്ഥാനത്തെ UDF സ്ഥാനാർത്ഥിയായി PK ശശി വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയെ ചൊല്ലി ആശയക്കുഴപ്പം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തത് നിൽക്കെയാണ് നിലവിലെ പ്രസിഡന്റിനെ മാറ്റിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. നഗരസഭാ കൗൺസിലർ കൂടിയായ NK ജയരാജനാണ് നിലവിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ളത്. NK ജയരാജനെ മാറ്റി പകരം ഒറ്റപ്പാലം മണ്ഡലം മുൻ പ്രസിഡന്റും മുൻ നഗരസഭാ കൗൺസിലറുമായ P ജയരാജനെ നിയമിച്ചതായുള്ള കത്ത് പുറത്തുവന്നതോടെയാണ് ആശയക്കുഴപ്പം ഉടലെടുത്തത്. P ജയരാജനെ KPCC പ്രസിഡന്റായി നിയമിച്ചതായി അറിയിച്ചുള്ള കത്ത് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ ഒപ്പുവെച്ചതായിട്ടുള്ള നിലയിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന്റെ പേരിലാണ് NK ജയരാജനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നാണ് ആരോപണമുയരുന്നത്. KPCC പുറത്താക്കിയ നിയമന ഉത്തരവ് ആധികാരിക രേഖയാണെന്നും സംസ്ഥാനത്തെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ P ജയരാജനാണ് ഒറ്റപ്പാലത്തെ പ്രതിനിധി എന്ന നിലയിലാണ് പ്രചാരണം എന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇതിനിടെ നിയുക്ത പ്രസിഡന്റിന് ആശംസകൾ അർപ്പിച്ചുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചതോടെ ആശയക്കുഴപ്പം തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് ഒരു സംഘം NK ജയരാജനെതിരെ KPCCക്ക് മാസ് പരാതി നൽകിയിരുന്നു. മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഒറ്റപ്പാലത്ത് നിലവിലെ സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം എന്നാണ് വിവരം. അതേസമയം തനിക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ദൈനംദിന പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് മറുപടി ലഭിച്ചതുമെന്നാണ് NK ജയരാജൻ പറയുന്നത്. തീരുമാനം മരവിപ്പിച്ചതായാണ് DCC പ്രസിഡന്റ് A തങ്കപ്പനും പറയുന്നത്.